UDF മന്ത്രിസഭയിൽ ഇക്കുറിയും പ്രശ്നക്കാരനാവുകയാണ് 13 എന്ന നമ്പർ. മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വാഹനങ്ങളിൽ 13ാം നമ്പർ ആർക്കും വേണ്ട. കഴിഞ്ഞ സർക്കാരിൽ മന്ത്രി പി പ്രസാദ് ആയിരുന്നു 13ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. മന്ത്രിമാർ ആരും 13ാം നമ്പർ വാഹനം എടുത്തില്ല എങ്കിൽ ടൂറിസം വകുപ്പ് വാഹനം ഉപയോഗിക്കും. VS അച്യുതാനന്ദ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി, ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്, ഇവർ രണ്ടും 13ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങിയ വ്യക്തികളാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് തുടക്കത്തിൽ ആരും ഈ കാർ എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് ഒരു വാർത്തയായപ്പോഴാണ് തോമസ് ഐസക് മുന്നോട്ട് വന്ന് ഞാൻ ഈ കാർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തോടൊപ്പം VS സുനിൽകുമാറും KT ജലീലും ഈ കാർ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ. കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ബേബിക്കും ഐസക്കിനും ഇടയിൽ വന്ന UDF സർക്കാരിന്റെ സമയത്ത് ആരും ഈ നമ്പർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പി പ്രസാദ് കാർ ഏറ്റെടുക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് 13 ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം എന്നത് എനിക്കറിയുന്ന കാരണങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഒന്ന്, ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിൽ 13 പേർ ഉണ്ടായിരുന്നു. 13ാമനായി ഇരുന്ന യൂദാസ് ഒറ്റിക്കൊടുക്കുകയും ദൈവദൂഷണത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു അത്. അതുപോലെ നോർസ് പുരാണങ്ങളിൽ ദുഷ്ടതയുടെയും വഞ്ചനയുടെയും ദേവനായ ലോക്കി ദേവന്മാരുടെ ഒരു അത്താഴ വിരുന്നിൽ 13ാമത്തെ അതിഥിയാണ്. അവിടെ അദ്ദേഹം ഓഡിന്റെ പുത്രന്മാരിൽ ഒരാളെ കബളിപ്പിച്ച് മറ്റൊരാളെ കൊല്ലുന്നു. 13നെ കുറിച്ചുള്ള ഭയം, അതിനൊരു വാക്കുമുണ്ട്, ട്രിസ്കൈഡേക്കാഫോബിയ എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ചയുമായി കൂടിച്ചേരുമ്പോൾ അതിന് കുറച്ചുകൂടി കടുപ്പം കൂടുമെന്നാണ് പറയുന്നത്. ക്രിസ്തു മരിച്ച ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ചയും ഈ ഒരു 13ആയിട്ടൊക്കെ ബന്ധമുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും എല്ലാ നമ്പറിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. നമ്പറിലൊന്നും വിശ്വസിക്കേണ്ട, അത്തരം നിർഭാഗ്യങ്ങളുണ്ടോ എന്ന് വിശ്വസിക്കണോ എന്നൊക്കെയാണ് ഈ 13 എന്നുള്ള ഈ കാറുമായിട്ട് അല്ലെങ്കിൽ 13 എന്നുള്ള നമ്പറുമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ പൊതുവെ കേൾക്കാറുള്ള ചില കമന്റുകൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് 13ാം നമ്പർ കാർ എടുക്കാൻ പല മന്ത്രിമാരും മടിച്ചിരുന്നു. ഇടത് മന്ത്രിമാർക്ക് 13ാം നമ്പറിനെ പേടിയാണെന്ന് പറഞ്ഞ് BJP നേതാവ് K സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് തോമസ് ഐസക് ഒരു വെല്ലുവിളി പോലെ 13ാം നമ്പർ ഞാൻ ഉപയോഗിക്കാമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നത്. ഇതിനൊപ്പം വന്നവരാണ് സുനിൽകുമാറും KT ജലീലും. പക്ഷേ ഐസക് തന്നെ അന്ന് ആ കാർ ഏറ്റെടുത്ത് ഉപയോഗിച്ചു. UDF മന്ത്രിസഭയിലെ ആരും 13ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നില്ല. അപശകുനം എന്ന് പൊതുവെ വിശ്വസിക്കുന്ന 13ാം നമ്പർ കാറിന് പുറമെ മന്ത്രിമാർ വാഴില്ല എന്ന അന്ധവിശ്വാസം നിലനിൽക്കുന്ന മൻമോഹൻ ബംഗ്ലാവും തോമസ് ഐസക് ഔദ്യോഗിക വസതിയാക്കിയിരുന്നു. കൂടാതെ നേരത്തെ ആര്യാടൻ മുഹമ്മദ്, കോടിയേരി ബാലകൃഷ്ണൻ, MV രാഘവൻ തുടങ്ങിയവരൊക്കെ അവിടെയാണ് താമസിച്ചിരുന്നത്. കോടിയേരി മന്ത്രിയായിരിക്കും മൻമോഹൻ ബംഗ്ലാവിലെ ഗേറ്റ് മാറ്റി സ്ഥാപിച്ചതും വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇത്തവണയും 13ാം നമ്പർ ആർക്കും വേണ്ട. അപ്പൊ 13ാം നമ്പർ എന്തായാലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് പോകും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. എല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. നിർഭാഗ്യങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മറ്റൊരാളുടെ ഒരു എന്താ പറയുക, അതിനെ ഒരു അവരവരുടെ ഒരു പേഴ്സണൽ സ്പേസിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ അങ്ങ് കടുത്ത് വിമർശിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചിന്തകളും വിശ്വാസങ്ങളും തന്നെയാണ്. എന്തായാലും ഈ കാർ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവരൊക്കെ ഭാഗ്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം അവർക്ക് ഉണ്ടാകട്ടെ, അനുഗ്രഹീതമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.